നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 32 ജപ്പാനെ പരാജയപ്പെടുത്തുമ്പോൾ അവസാന നിമിഷത്തിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ബ്രസീലിനായിട്ട് ഗോൾ അടിച്ചപ്പോൾ അതിന് അസിസ്റ്റ് കൊടുത്തത് ബ്രൂണോ ഗുയിമാറസ് ആണല്ലോ. ആ നീക്കം, അതുവരെ ജപ്പാൻ്റെ ഡിഫൻസിൽ വിള്ളൽ വീഴ്ത്താൻ ബുദ്ധിമുട്ടിയ ബ്രസീൽ ആ നീക്കത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു. മാർട്ടിനെല്ലി കിടലിനായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലി കളിക്ക് ശേഷം പറയുന്നുണ്ട്. ബ്രൂണോയുമായിട്ട് ഞാൻ എപ്പോഴും ഇത്തരം മൂവ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ബോൾ തൻ്റെ കാലിൽ കിട്ടിയപ്പോൾ ഞാൻ പെനാൽറ്റി ഏരിയയിൽ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ബ്രൂണോ എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഗബ്രിയൽ മാർട്ടിനെല്ലി വിശദീകരിക്കുന്നു. സംഭവിച്ചത് എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. കൃത്യമായിട്ട് രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് ബോക്സിൻ്റെ എഡ്ജിൽ വെച്ച് ബ്രൂണോ ഗുയിമാറസ് ബോൾ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി പെനാൽറ്റി ഏരിയയിലുള്ളത് അദ്ദേഹം കാണുന്നത്. വേണമെങ്കിൽ ബ്രൂണോ ഗുയിമാറസ് തന്നെ ഷോട്ട് ഉതിർക്കാമായിരുന്നു, പക്ഷെ അത് റിസ്ക്കാണ്, ചിലപ്പോൾ ഗോൾ കയറില്ല. എന്നാൽ വളരെ കൃത്യമായിട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലി മുന്നോട്ട് ഏരിയയിലേക്ക് കയറി നിൽക്കുന്ന അദ്ദേഹം കാണുന്നു. അവിടേക്കാണ് ബോൾ കൊടുക്കുന്നത്. സ്ട്രൈക്കറുടെ കാലിലേക്ക് പിൻ പോയിൻ്റ് ആക്യുറസിയിൽ ബോൾ കൊടുക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് ആ ചാൻസ് ഉപയോഗപ്പെടുത്തി പന്ത് വലയിലേക്ക് എത്തിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മാർട്ടിനെല്ലി കളിക്ക് ശേഷം പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും ബ്രൂണോ ഗുയിമാറസിനോട് ഇത്തരം മൂവ്മെൻറ്റുകളെക്കുറിച്ച്, ഞാൻ പെനാൽറ്റി ഏരിയയിൽ നടത്തുന്ന ആ മൂവ്മെൻറ്റുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും എന്നോടൊപ്പമുള്ള ഒരാളാണ്. മത്സരത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ നിന്നെ ആ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ബോൾ എനിക്ക് കിട്ടിയപ്പോൾ നിന്നിലേക്ക് അത് എത്തിക്കാൻ നീ അവിടെ ഉണ്ടാകുന്നത് ഞാൻ നോക്കുകയായിരുന്നു. അതിനോ നീ അവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് ബ്രൂണോ എന്നോട് പറഞ്ഞത്. എനിക്കറിയാം ബ്രൂണോയുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത്. ടൈറ്റ് സ്പേസുകളിൽ അദ്ദേഹത്തിന് ബോളുകൾ നീക്കാൻ പറ്റും. അപ്പം ഞാൻ അദ്ദേഹം ഒരു പാസ്സാണോ അതല്ല ഷോട്ടാണോ എടുക്കുക, അതിന് പ്രിപ്പയർഡായിട്ട് നിൽക്കുകയായിരുന്നു. രണ്ടാണെങ്കിലും അതനുസരിച്ച് എൻ്റെ അടുത്ത നീക്കത്തിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡായിരുന്നു. അദ്ദേഹം എനിക്കൊരു ഇൻക്രെഡിബിൾ പാസ് തന്നു. എൻ്റെ പാർട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ആ പാസ്സാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. ഫിനിഷ് ചെയ്യുക എന്നുള്ള എൻ്റെ പാർട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നാണ് ഇപ്പോൾ ഗബ്രിയൽ മാർട്ടിനെല്ലി പറയുന്നത്. അതേസമയം ബ്രൂണോ ഗുയിമാറസിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാർട്ടിനെല്ലിക്ക് ഈ പാസ് കൊടുത്തതോടുകൂടി ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് 4 അസിസ്റ്റുകളായി എന്ന് പറഞ്ഞാൽ 1982 ഇതിഹാസ താരം സീക്കോ, 1970 മറ്റൊരു ഇതിഹാസം ടോസ്റ്റാവോ, ഈ താരങ്ങളൊക്കെ വേൾഡ് കപ്പിൽ നേടിയ അത്രയും അസിസ്റ്റുകൾ ഇപ്പോൾ ബ്രൂണോ ഗുയിമാറസിൻ്റെയും പേരിലായി 4 വീതം അസിസ്റ്റുകൾ. അതിന് മുകളിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് കിങ് പെലെയാണ്. 1970 വേൾഡ് കപ്പിൽ അദ്ദേഹം 5 അസിസ്റ്റുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ബ്രൂണോ ഗുയിമാറസ് വരും മത്സരങ്ങളിൽ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിയും ബ്രൂണോ ഗുയിമാറസിനെ പ്രൈസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്രൂണോ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അത് ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫെൻസീവ്ലി ആണെങ്കിലും ടീമിന് ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി കോച്ചും പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.